സക്സസ് അക്കാദമിയുടെ അടുത്തൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്ന് ഈ സെക്ഷനിലൂടെ SSC GDന്റെ അടുത്തൊരു ഷിഫ്റ്റ് റീസണിംഗ് ക്വസ്റ്റ്യൻ നോക്കാം. അതായത് ഈ ഒരു ഡേറ്റിൽ ചോദിച്ചത് 10th January 2023 ഈ ഒരു ടൈമിൽ ചോദിച്ച ആ റീസണിംഗ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെ നോക്കാം. ഓക്കെ, നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോകുന്നു. ക്വസ്റ്റ്യൻ ഫസ്റ്റ് തന്നെ ഒരു നമ്പർ സീരീസ് ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പേഴ്സ് വിൽ റീപ്ലേസ് എ ക്വസ്റ്റ്യൻ മാർക്ക് ഇൻ ദ ഗിവൺ സീരീസ്. സീരീസ് ഇതാണ് 321 147 7203. ഓക്കെ, 4 ഓപ്ഷൻസും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ സീരീസ് എങ്ങനെ കണക്ട് ചെയ്തിരിക്കണം നമുക്ക് നോക്കാം. ഇവിടെ നോക്കിയേ, നമുക്കറിയാം ഫസ്റ്റ് നമ്പർ 3 ആണ്. ദെൻ ഇത് അഗൈൻ ഇത് 21. 3 എന്ത് ചെയ്താൽ 21 ആവും? ഇൻറ്റു 7 അല്ലേ? ഇനി അതേപോലെ 21 ഇൻറ്റു 7 ചെയ്ത് നോക്കാം. 21 ഇൻറ്റു 7 എത്രയാണ്? 21 ഇൻറ്റു 7 147 അല്ലേ? 20 ഇൻറ്റു 7 147. ഇനി അടുത്ത ആ 147 ഇൻറ്റു 7 ചെയ്യാൻ നോക്കാം. 147 ഇൻറ്റു 7 എത്ര വരും? അതായത് 147 ഇൻറ്റു 7 ചെയ്യാൻ നേരത്ത് 100 ഇൻറ്റു 7 700, 40 ഇൻറ്റു 7 280, ദെൻ അഗെയിൻ 7 ഇൻറ്റു 7 49. എത്ര വരും? 9 2 7 + 2 10 1029. അതായത് 147 ഇൻറ്റു 7 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 1029. ഇനി ആ 1029 ഇൻറ്റു 7 ചെയ്യാൻ നമുക്ക് എന്ത് കിട്ടണം? 7203 ഇൻറ്റു 7. അതായത് എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാം? 1000 ഇൻറ്റു 7 7000. ഇനി 20 ഇൻറ്റു 7 140, അഗെയിൻ 9 ഇൻറ്റു 7 63. എത്ര വരും? 36027203. ഓക്കെ അല്ലേ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ എന്ത് പാറ്റേൺ ആണ്? എല്ലാ നമ്പർ 3 ഇൻറ്റു 7 21 ഇൻറ്റു 7 147 147 ഇൻറ്റു 7 1029. ഓപ്ഷൻ ഡി. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. Select the option that is related to the 5th letter cluster in the same way as the 2nd letter cluster is related to the 1st letter cluster and the 4th letter cluster is related to the 3rd letter cluster. ഓക്കെ, ഇവിടെ റൂട്ട് എന്നുള്ളത് QQTV, അതേപോലെ സ്റ്റെം എന്നുള്ളത് VGUO, അതേപോലെ ലീഫ് എങ്ങനെ കോഡ് ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഒരു പാറ്റേൺ നമുക്ക് എങ്ങനെയാണ് നോക്കാം. ഇവിടെ നോക്കിയാൽ റൂട്ട്. ഓക്കെ, ഇതിനായിട്ട് ബേസിക് ആയിട്ട് വേണ്ടത് ആൽഫബറ്റിൻ്റെ നമ്പർ. ഇപ്പോൾ ഇവിടെ ഈ റൂട്ട് എന്നുള്ള വേൾഡ് ROOT ആണ്. അപ്പോൾ R 18 ആണ്, O 15 ആണ്, ദെൻ T എന്ന് പറയാൻ നേരത്ത് 20 ആണ്. അപ്പോൾ ആ ഒരു കോഡിനായിട്ട് ഈ ഒരു കോഡ് ഓർത്തിരിക്കുക, EJOTY. അതായത് IJOT 5 10 15 20 25. അതായത് 5 10, അതായത് 5 പ്ലേസസിൽ വരുന്ന ലെറ്റേഴ്സാണ് EJOTY. ഇനി ഇപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ ഇപ്പോൾ R ആണ്. R എന്ന് പറയുന്നത് നമുക്കറിയാം RST. Tക്ക് 2 ലെറ്റർ ഇങ്ങോട്ടേക്ക്, അപ്പോൾ T 20 ആണെന്നറിയാം, 1980 അല്ലേ? ഇനി U ആണ് ചോദിച്ചെങ്കിൽ അത് 21 ആയിരിക്കും. ഇനി അതേപോലെ P ആണ് ചോദിച്ചെങ്കിൽ നമുക്ക് O അറിയാം, 15 ആണ്, 16 അല്ലേ? പിന്നെ ഇവിടെ നോക്കാം, ജസ്റ്റ് റൂട്ടിൻ്റെ കേസ് നോക്കാം. RWT T20, O എത്രയാണ്? 15, O 15, R നമുക്കറിയാം 18 ആണ് അല്ലേ? ഇനി അതെങ്ങനെ കോഡ് ചെയ്യണം? QQTV. V എത്ര? 22 ആണ്, T20, Q17, Q70. ഓക്കെ, ഇനി ഇവിടെ വന്നിരിക്കുന്ന പാറ്റേൺ എന്ന് പറയാൻ നേരത്ത് ഇതേ 20 22 ഇവിടെ +2 ആണ്. ഓക്കെ, ഇപ്പോൾ OO ഉള്ളിടത്ത് QQ വന്നിട്ടുണ്ട് അല്ലേ? ഇവിടെ OO, ഇവിടെ ആണെങ്കിൽ QQ. ഇതെവിടെ നോക്കിയോ, അത് ആ 2 ലെറ്റർ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അതെ, ഇവിടെ നോക്കിയോ, ഇതിൻ്റെ എല്ലാത്തിനും കൂടെ 2 കൂട്ടിക്ക് 18 + 2 18 + 2, then again 15 + 2 15 + 2 20 + 2, എല്ലാത്തിനും കൂടെ +2. ഇനി 20 + 2 22, ആ ലെറ്റർ ഇവിടെ ഉണ്ട്, P വന്നിട്ടുണ്ട് അല്ലേ? ഇനി അടുത്തത് ഇവിടെ നോക്കിയോ, 15 + 2 17 ആണ്. ഇനി 15 + 2, ഓക്കെ, ദേ 15 + 2, ദേ അല്ലെങ്കിൽ ഈ ഫസ്റ്റ് ലെറ്റർ 3rd ലെറ്റർ. ഇപ്പോൾ 18 + 2 20, ദേ 20. ഇനി 15 + 2 17, ദേ 15. ഈ ഒരു പാറ്റേൺ ആണ് ഇവിടെ വന്നത്. അതായത് ലാസ്റ്റ് ലെറ്റർ അതേപോലെ തന്നെ +2, ഫസ്റ്റ് ലെറ്റർ 3rd ലെറ്ററിലേക്ക് +2, ദെൻ സെക്കൻഡ് ലെറ്റർ ഫസ്റ്റ് ലെറ്റർ, 3rd ലെറ്റർ സെക്കൻഡ് ലെറ്റർ. ഇനി ഈ ഒരു പാറ്റേൺ തന്നെ ഇവിടെ ഫോളോ ചെയ്യണം. സ്റ്റെമ്മിൽ നോക്കാം, ദേ STEM
എം എത്ര 13, E5, T20, S90 അല്ലേ. ഇവിടെ നോക്കി, ഇവിടെ +2 എത്ര വരും 21. ഇവിടെ +2 എന്ന് +2 എന്ന് പറയുമ്പോൾ 21 +2 +2 +2 +2 അല്ലേ. ഇപ്പോൾ ഇവിടെ നോക്കിയോ 13 + 2 15 ടൈം വരും. ഓൾറെഡി ഉണ്ട്. ഇനി ഇവിടെ വന്ന ലെറ്റർ എന്തായിരിക്കും? ഫസ്റ്റ് ലെറ്റർ അങ്ങോട്ട് പോകും. ഫസ്റ്റ് ലെറ്റർ തേർഡ് ലെറ്ററിലേക്ക് വരും. അപ്പം 19 + 2 21 ലെറ്റർ വരും U. ഇനി അടുത്തത് സെക്കൻഡ് ലെറ്റർ അങ്ങോട്ട് പോകും. സെക്കൻഡ് ലെറ്റർ ഫസ്റ്റ് ലെറ്ററിലേക്ക് വരും അല്ലേ. ഫസ്റ്റ് ലെറ്റർ ഇനി 2 ലെറ്ററാണ് ഉള്ളത്. ഇവിടെ ഫസ്റ്റ് ലെറ്ററിലേക്ക് വരും. 22 വരും. ഇനി ഇവിടെ തേർഡ് ലെറ്റർ 5 + 2. ഇവിടെ 5 ആണ്, +2 കൂടി കൂട്ടി 7. 7th ലെറ്റർ ഇതായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ 22 ലെറ്റർ നമുക്ക് 22 V ആണ്. 22 V G7 U O VG UO അല്ലേ. ശരി, അപ്പോൾ ഇവിടുത്തെ പാറ്റേൺ അറിയാലോ. ഈ ഒരു പാറ്റേണിൽ വരും. നമുക്ക് എന്തിൻ്റെ കോഡാ വേണ്ട? ലീഫ് LEAF F6 A1 E5 L12. ഇനി ഈ ലാസ്റ്റിൽ +2 എല്ലാത്തിൻ്റെയും കൂട്ടത്തിൽ +2. അതെ 8th ലെറ്റർ വരും. ഇവിടെ ആണെങ്കിൽ ഫസ്റ്റ് ലെറ്റർ തേർഡ് ലെറ്ററിലേക്ക് വരും. അപ്പോൾ എത്ര വരും? 12 + 2 14th ലെറ്റർ. സെക്കൻഡ് ലെറ്റർ ഫസ്റ്റ് ലെറ്ററിലേക്ക് വരും. 5 + 2 7. ദെൻ അഗെയിൻ 1 + 2 3 അല്ലേ. ഇതാണ് ഈ ഒരു കറസ്പോണ്ടിങ് ടേംസിൽ ഈ നമ്പേഴ്സിൻ്റെ ലെറ്റേഴ്സ് ആയിരിക്കും ഇവിടെ ആൻസർ ആയിട്ട് വരിക. അപ്പോൾ ഇവിടെ നോക്കി 7th ലെറ്റർ G ആണ്. ഇനി തേർഡ് ലെറ്റർ C, 14th ലെറ്റർ N, 8th ലെറ്റർ H. അപ്പോൾ GCNH ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ A GC. ഓക്കെ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ. Select the set in which the numbers are related in the same way as are the numbers of the following set. ഓക്കെ, ഒരു നോട്ട്സ് പറയാണ്ട് നമ്പേഴ്സ് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. ഇനി അടുത്ത കേസ് നോക്കി. അപ്പോൾ ആ സെറ്റ് ഏതൊക്കെയാണ്? 2 1 6 12 15 അതേപോലെ 4 3 2 23 31. ഇതാണ് ആ 2 സെറ്റ് അല്ലേ. ഇനിയിപ്പോൾ ഇവിടെ നോക്കിയോ, ഇതുമായിട്ട് എന്താ ചോദിച്ചിരിക്കുന്നത്? സിമിലർ ആയിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. റിലേറ്റഡ് ടു ദ സെയിം വേ. സിമിലർ ആയിട്ടുള്ളതാണ് ഈ ഓപ്ഷൻസിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് നമ്പർ, അതായത് ഈ ഫസ്റ്റ് സെറ്റ് നോക്കിയോ 2 1 6 ദെൻ അഗെയിൻ 12 15. അപ്പോൾ ഫസ്റ്റ് നമ്പർ, സെക്കൻഡ് നമ്പർ, തേർഡ് നമ്പർ അല്ലേ. 3 നമ്പേഴ്സ് ഉണ്ട് ഓരോ സെറ്റിലും. അപ്പോൾ ഇവിടെ ഇതെങ്ങനെ കണക്ട് ചെയ്തിരിക്കണം നോക്കാം. അതെ ഈ 2 നമ്പേഴ്സ് ഒന്ന് ആഡ് ചെയ്ത് ഫസ്റ്റ് നമ്പർ + സെക്കൻഡ് നമ്പർ എത്ര വരും? 15 + 27. 27 എന്ത് ചെയ്താൽ നമുക്ക് 216 ആക്കി എടുക്കാൻ പറ്റും? ഒരു 27 × 8 ചെയ്യാം. അതെങ്ങനെയാണ്? 20 × 8, അതായത് 27 × 8 നമുക്കറിയാം 20 × 8 + 7 × 8. അപ്പോൾ 20 × 8 160, 7 × 8 56. എത്ര വരും? 6 216. ഓക്കെ, ആ ഒരു പാറ്റേൺ തന്നെ ഇവിടെ ഫോളോ ചെയ്തിട്ടുണ്ടോ? എന്താ? ഫസ്റ്റ് നമ്പർ + സെക്കൻഡ് നമ്പർ 23 + 31 എത്ര വരും? 50 54. 54 × എന്താ എത്ര ചെയ്തത്? × 8. 50 × 8 എത്ര വരും? നമുക്കറിയാം 400 ആണ്. ദെൻ 4 × 8 4. ഓക്കെ, 400 + 32 432. ഓക്കെ അല്ലേ. അപ്പോൾ ഇവിടുത്തെ പാറ്റേൺ എന്താണ്? സെക്കൻഡ് നമ്പർ + തേർഡ് നമ്പർ അല്ലേ. സെക്കൻഡ് നമ്പർ + തേർഡ് നമ്പർ ഇൻറ്റു എന്ത് ചെയ്യണം? ഇൻറ്റു എത്ര ചെയ്ത്? × 8. അപ്പോൾ എന്ത് കിട്ടും? ഫസ്റ്റ് നമ്പർ. ഓക്കെ അല്ലേ. അപ്പോൾ ഇവിടെ നോക്കി. ഇനി ഓപ്ഷൻ വൈസ് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് നമ്പർ + സെക്കൻഡ് നമ്പർ 14 + 24 എത്ര വരും? 14 + 24 20 30 38 അല്ലേ. 38. ഇനി 38 ഇൻറ്റു എത്ര ചെയ്യേണ്ടത്? × 8. 30 × 8 നമുക്കറിയാം. 30 × 8 വരുന്നത് 240. 8 × 8 64. എത്ര വരും? 4 6 4 10 304 അല്ലേ. കണ്ടീഷൻ ഫോളോ ചെയ്ത് സെക്കൻഡ് നമ്പർ + തേർഡ് നമ്പർ × 8 ഫസ്റ്റ് നമ്പർ. ഓക്കെ, അപ്പോൾ ഇവിടെ കണ്ടീഷൻ ഫോളോ സെക്കൻഡ് നമ്പർ + തേർഡ് നമ്പർ × 8 ഫസ്റ്റ് നമ്പർ. ഓക്കെ അല്ലേ. ഓപ്ഷൻ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ. ശരി, അടുത്ത ചോദ്യം. അടുത്തൊരു ബ്ലഡ് റിലേഷൻ ക്വസ്റ്റ്യൻ ആണ്. A + B മീൻസ് A is the son of B. അതേപോലെ 4 സിമ്പിൾസ് ഉണ്ട്. ഇനി ഈ ഒരു റിലേഷൻ ആണ്. ഈ ഒരു റിലേഷൻ ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് കറക്റ്റ് എന്നാണ്. ശ്രദ്ധിക്കണം, നോട്ട് കറക്റ്റ് അല്ലാത്തത്. നമുക്ക് അതിലേക്ക് വരാം. A + B എന്ന് പറഞ്ഞാൽ എന്താ? A is the son of B. ഇത് ബിൻ്റെ സണ്ണാണ് എ എന്ന് പറയാൻ നേരത്ത്. സൺ ആയതുകൊണ്ട് പ്ലസ്.
ഓക്കെ, മെയിൽസിന് പ്ലസ് ഫീമെയിൽസിന് മൈനസ്. ഇനി ഇതേപോലെ ഒരു സിംഗിൾ ലൈൻ ആണെങ്കിൽ ബ്രദർ സിസ്റ്റർ, അതേപോലെ ഡബിൾ ലൈൻ ആണെങ്കിൽ മാരീഡ്. ഓക്കെ, ആ ഒരു റിലേഷനാണ്. അപ്പോൾ ഇവിടെ നോക്കിയേ എ പ്ലസ് ബി എഴുതി. ദെൻ അഗൈൻ ബിയും സിയും കൂടി റിലേറ്റ് ചെയ്യുന്ന ഏത് സിമ്പിളാണ്? ഈ ഒരു ഡിവൈഡ് സിമ്പിളാണ്. അപ്പോൾ എ ഡിവൈഡ് ബി എന്ന് പറഞ്ഞാൽ എ ഈസ് ദ വൈഫ് ഓഫ് ബി. അതേപോലെ ബി ഡിവൈഡ് സി ആണെങ്കിൽ ബി ഈസ് ദ വൈഫ് ഓഫ് സി. അതായത് സിൻ്റെ വൈഫാണ് ബി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വൈഫ് ആയതുകൊണ്ട് മാരീഡ്. അതാണ് ബ്രദർ. മാരീഡ് ആണെങ്കിൽ ഡബിൾ ലൈൻ, ബ്രദർ സിസ്റ്റർ ആണെങ്കിൽ സിംഗിൾ ലൈൻ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇവിടെ എന്താ ബി ഈസ് ദ വൈഫ് ഓഫ് സി, സിൻ്റെ വൈഫാണ്. ഓക്കെ, ഇനി അടുത്ത കണ്ടീഷൻ എന്താ? ഇനി സിയും ഡിയും തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്തിരിക്കണം? ഇൻറ്റു ആണ്. അപ്പോൾ എ ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ എ ഈസ് ദ ബ്രദർ ഓഫ് ബി. അതേപോലെ സി ഇൻറ്റു ഡി, സി ഈസ് ദ ബ്രദർ ഓഫ് ഡി. അതായത് ഡീൻ്റെ ബ്രദറാണ് സി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഡിയുടെ ജെൻഡർ കൺഫേം അല്ല. അപ്പം സിൻ്റെ ബ്രദറാണ്, ഡീൻ്റെ ബ്രദറാണ് സി, സിൻ്റെ വൈഫാണ് ബി. ഇനി അടുത്തത് ഡിയും ഇയും തമ്മിൽ മൈനസ് ആണ്. എ മൈനസ് ബി മീൻസ് എ ഈസ് ദ സിസ്റ്റർ ഓഫ് ബി. ഡി മൈനസ്, ഇപ്പം ഡി മൈനസ് ഇ എന്തായിരിക്കും? ഡി ഈസ് ദ സിസ്റ്റർ ഓഫ് ഇ. അതായത് ഇൻ്റെ സിസ്റ്ററാണ് ആര്? ഡി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇനി അടുത്ത ലാസ്റ്റ് കണ്ടീഷൻ ഇ എഫും തമ്മിൽ. ഈ ഒരു കണ്ടീഷനിലേക്ക് വരാം. ഇ എഫും തമ്മിൽ പ്ലസ് ആണ്. എ പ്ലസ് ബി എന്താ? എ ഈസ് ദ സൺ ഓഫ് ബി. അപ്പം ഇ പ്ലസ് എഫ് എന്ത് വരും? ഇ ഈസ് ദ സൺ ഓഫ് എഫ്. എഫിൻ്റെ സണ്ണാണ് ആരെന്ന് പറയുന്ന നേരത്ത്? ഇ എന്ന് പറയുന്ന നേരത്ത്. അപ്പം എഫ്, ഇവിടെ എഫ് ആണെങ്കിൽ എഫിൻ്റെ സണ്ണ്. ഓക്കെ, അപ്പോൾ എഫിൻ്റെ സണ്ണ് ആരൊക്കെയാണ്? ഇ ഡി അഗെയിൻ സി വരും അല്ലേ? ഇനി അടുത്തത് ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് കറക്റ്റ്? കറക്റ്റ് അല്ലാത്തത് ചോദിച്ചിരിക്കണം. ദ ഓപ്ഷൻ നോക്കാം. എ ഈസ് ദ ഗ്രാൻഡ് സൺ ഓഫ് എഫ്. എഫിൻ്റെ ഗ്രാൻഡ് സൺ ആണ് ആരെന്ന് പറയുന്ന നേരത്ത്? എ ഈസ് ദ ഗ്രാൻഡ് സൺ ഓഫ് എഫ്. ഓൾറെഡി എഫിൻ്റെ ഗ്രാൻഡ് സൺ ആണ് എ. അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇത് അവോയ്ഡ് ചെയ്യാം. ഇനി അടുത്തത് എ ഈസ് ദ സൺ ഓഫ് സി. സിൻ്റെ സണ്ണാണ് ആരെന്ന് പറയുന്ന നേരത്ത്? എ എന്ന് പറയുന്നത്. അതും കറക്റ്റ് ആയിട്ടുള്ള, സിൻ്റെയും ബിൻ്റെയും സണ്ണാണ് ആര്? എ. ഓക്കെ, അതും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അവോയ്ഡ് ചെയ്യാം. ഇനി അടുത്ത് എന്താ? ഇ ഈസ് ദ ബ്രദർ ഓഫ് ബി. ബിൻ്റെ ബ്രദറാണ് ആരെന്ന് പറയുന്ന നേരത്ത്? ബിൻ്റെ ബ്രദറാണ് ഇ. ബ്രദർ അല്ല, ബിൻ്റെ ഹസ്ബൻഡിൻ്റെ ബ്രദറാണ് ഇ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇവിടെ റോങ് ആയിട്ട് വരുന്നത്. അതാണ് നമ്മുടെ ആൻസർ. ഈസ് ദ ബ്രദർ ഓഫ് ബി ആണ് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ കറസ്പോണ്ടിങ് ഡയഗ്രം ആയിട്ട് വരുന്നത്. ശരി, അടുത്ത ചോദ്യം. ഇൻ എ സെൻറ്റൻസ് കോഡ് ലാംഗ്വേജ് ഫിംഗർ ഈസ് റിട്ടൺ ആസ് HHPIDT. നമ്മൾ ഡെസ്റ്റിനി കോഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തിൻ്റെ കോഡാണ് വേണ്ടത്? ഗ്രാൻഡഡ് എങ്ങനെ കോഡ് ചെയ്യാം അല്ലേ? ഇവിടെ നോക്കിയോ, ലിസ്റ്റ് ഓഫ് ടൈംസ് എന്ന് എടുത്തെഴുതാം. ഫിംഗർ FINGE. അല്ലെ, അതെങ്ങനെ കോഡ് ചെയ്തിരിക്കണം? ആ കോഡിങ് എഴുതാം. HH HHPIDT. അല്ലേ, ഇനി ഇതിൻ്റെ കറസ്പോണ്ടിങ് നമ്പർ D20 എന്നറിയാം, D4, I എത്രയാണ്? 9, P16, H8, 8, F6, 9, N14, G7, E5. ഓക്കെ അല്ലേ? ഇനി ഇവിടെ നോക്കിയേ, ഇനി കണക്ഷൻ നോക്കിയേ. 6, 8 ആയി, +2 ആണ്. ഇനി ഇവിടെ 9, 8 ആയി, -1. 14, 16 ആയി, +2. ഇവിടെ നോക്കിയേ, +2, -1, +2. ഓക്കെ, ഇവിടെ ഓൾട്ടർനേറ്റ് അല്ല, +2, -1, +2. ഇനി -1 അല്ല, +2 തന്നെ വന്നിരിക്കണം. അപ്പോൾ എവിടേക്കാണ് മൈനസ്, എവിടേക്കാണ് പ്ലസ് വന്നിരിക്കണം? ഇവിടെ നോക്കിയേ, ഇവിടെ -1 വന്നിരിക്കണം, ഒന്ന് ഐക്ക് വന്നിട്ടുണ്ട്, ദെൻ അഗെയിൻ ഇക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ഐയും ഇയും ലെറ്റേഴ്സിൽ എന്താണ് നമുക്കറിയാം? വവ്വൽസ് ആണ്. അപ്പോൾ വവ്വൽസിനാണ് -1. ഇനി അടുത്തൊരു ടൈം വേണം, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഡെസ്റ്റിനി, ഡെസ്റ്റിനി. അപ്പോൾ D4, 5, S19, T20, I9, N14, Y25 അല്ലേ? ജസ്റ്റ് ഇവിടെ നോക്കിയേ. ഇനി വവ്വൽസ് എന്ന് പറയുമ്പോൾ I ആണ് വവ്വൽസ് ആയിട്ട് വരുന്നത്. ജസ്റ്റ് -1 ആയിരിക്കും. അപ്പോൾ എന്ത് വരും? E-1, 4th ടൈം D, 9 - 1, 8th ടൈം H. അപ്പോൾ സെക്കൻഡ് ലെറ്റർ D ആയിരിക്കും അല്ലേ? ഇവിടെ സെക്കൻഡ് ലെറ്റർ ഏതാ കണക്ട് ചെയ്തിരിക്കുന്നത്? D ആണ്.
ഇനി തേർഡ് മോസ്റ്റ് ലെറ്റർ എച്ച് കണ്ട എച്ച് ആണ് കണക്ട്. അപ്പോൾ വവൽസിന് എന്തായിരിക്കും -1. ഇനിയിപ്പോൾ ലാസ്റ്റ് ടൈം വൈ വവൽസ് അല്ല കൺസണൻ്റ് ആണ്, അത് +2 ആയിരിക്കും. അപ്പോൾ എ വൈ കഴിഞ്ഞാൽ ഇസഡ് എ. ഓക്കെ അല്ലേ, എ ഉണ്ട്. അപ്പോൾ ബാക്കിയല്ലല്ലോ. ഇനിയിപ്പോൾ എസിൻ്റെ കേസ് ചെക്ക് ചെയ്യാം. തേർഡ് ലെറ്റർ ചെക്ക് ചെയ്യുകയാണെങ്കിൽ 19 + 2 ആയിരിക്കും. അതായത് കൺസണൻ്റ് ആണ്, +2 ആയിരിക്കും. എത്ര വരും? 21 ആണ്. 21 യു ആണ് അല്ലേ. അപ്പോൾ എസ് യു ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കണം. ഓക്കെ അല്ലേ, ശരി. ഇനിയിപ്പോൾ ഗ്രാൻഡഡ് എങ്ങനെ കോഡ് ചെയ്യാം? എന്തേ നോക്കിയേ. ഓക്കെ, ഇവിടുത്തെ പാറ്റേൺ വവൽസ് -1 കൺസണൻസ് +2. ശരി, അപ്പം ഗ്രാൻഡഡ് GRANTED അല്ലേ. ഇവിടെ നോക്കിയോ, G7 R18 A1 N14 T20 E5 D4. ഓക്കെ അല്ലേ. വവൽസ് ഏതൊക്കെയാണ് വരുന്നത്? വവൽസ് എ ഉണ്ട്, ഇ ഉണ്ട്. അപ്പം അതിന് -1 ആയിരിക്കും അല്ലേ. ബാക്കി എല്ലാത്തിനും +2. ബാക്കി എല്ലാത്തിനും +2. ഇത് മാത്രം -1. അപ്പം -1 ചെയ്യാൻ നേരത്ത് എ റിവേഴ്സിൽ വരിക, ഇസഡ് വരും. ഇനി ഇവിടെ ആണെങ്കിൽ -1 ഫോർത്ത് ലെറ്റർ ഡി. ഓക്കെ അല്ലേ. അപ്പോൾ ഇസഡ് തേർഡ് ലെറ്റർ ഇസഡ് ആയിരിക്കും ആൻസർ ആയിട്ട്. തേർഡ് ലെറ്റർ ഇസഡ്. അപ്പോൾ HT ഈ ഒരു ഓപ്ഷൻ മാർക്ക് ചെയ്യാം. ഓക്കെ, തേർഡ് ലെറ്റർ ഇസഡ് വരുന്നത് ഒരു ഓപ്ഷനിൽ അത് ഇതാണ് HT PVCE. അതേപോലെ സെക്കൻഡ് ലെറ്റർ ഇവിടെ ഓക്കെ രണ്ട് ഓപ്ഷൻ ഉണ്ട്. സോറി, രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഇത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, ലാസ്റ്റ് ലെറ്റർ ഇവിടെ എന്ത് വരണം? രണ്ട് ഓപ്ഷൻ ഉണ്ടായിരുന്നു ഇസഡ് ഉള്ള. സോറി, തേർഡ് ലെറ്റർ ഇസഡ് വന്ന രണ്ട് ഓപ്ഷൻ. അപ്പോൾ ഈ രണ്ട് ഓപ്ഷൻ എന്തായാലും അവോയ്ഡ് ചെയ്യാം. ഇസഡ് വന്നിട്ടില്ല. ഇനി സെക്കൻഡ് ലാസ്റ്റ് ലെറ്റർ ഏതാണ്? ഡി തന്നെ വരും. അപ്പോൾ ഡി ഉള്ളത് ഒരു ഓപ്ഷനിൽ. അങ്ങനെ ഒരു ഓപ്ഷൻ വൈസ് നമുക്ക് ഈ ഒരു ആൻസർ മാർക്ക് ചെയ്യും. ഇനി നോക്കിയേ, ഇവിടെ എന്താ 7 + 2 9 ആണ്. ഐ വരും. 18 + 2 2 കണ്ട ITZ. ദെൻ 14 + 2 16 P 20 V. ദെൻ 4 + 2 6th ടൈം F. ഓക്കെ അല്ലേ, ശരി. അടുത്ത ചോദ്യം എഴുതൊരു ബോട്ട് മാസ് ആണ്. വിച്ച് ടു സൈൻസ് ഷുഡ് ബി ഇന്റർചേഞ്ച് ടു മേക്ക് ദ ബിലോ ഇക്വേഷൻ മാത്തമാറ്റിക്കലി കറക്റ്റ്? ഓക്കെ, രണ്ട് സയൻസ് ആണ്. അപ്പോൾ സയൻസ് ഓപ്ഷൻ ആയിട്ട് തന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഓപ്ഷൻ വൈസ് ചെയ്യാം. ഫസ്റ്റ് ഓപ്ഷൻ ഞാൻ പ്രൊവൈഡ് ചെയ്ത്. ഓക്കെ, നമ്പേഴ്സിനൊന്നും ചേഞ്ച് ഇല്ല. 136 ഡിവൈഡും മൈനസും തമ്മിൽ ചേഞ്ച് ഉണ്ട്. ഡിവൈഡ് ചേഞ്ച് ഉണ്ട്, മൈനസിന് ചേഞ്ച് ഉണ്ട്. -17 + 102 / 3 × 2 / 3 × 1/3 എന്ന് എഴുതാം. × 1/3 × 2 = ഇതിൻ്റെ വാല്യൂ 187 വരുമെന്ന് നോക്കാം. അങ്ങനെയാണെങ്കിൽ ഏതായിരിക്കും ആൻസർ ആയിട്ട് വരും? ഓപ്ഷൻ എ ആയിരിക്കും. ശരി, ഇവിടെ നോക്കാം. 102 / 3 അതായത് 30 12 34 എന്ന് വരും. 34 ഇനി 34 × 2 എത്ര വരും? 34 × 2 68 136. ഇനി 136 + 68 എത്ര വരും? 130 + 60 എത്ര വരും? 190. 198 198 + 6 204. 204 - 70. ഇത് 187 വരുമെന്ന് നോക്കാം. എന്ത് വരും? 14 7 9 - 1 8 187. ഓക്കെ, ആൻസർ ഇക്വേഷൻ ബാലൻസ് ഇതിൻ്റെ വാല്യൂ എത്രയാണ്? 187. ആൻസറായിട്ട് വരുന്നത് ഡിവൈഡ് പ്ലസ്. അപ്പോൾ ഡിവൈഡ് മൈനസ്. അപ്പോൾ ഈ ഇക്വേഷൻ ഡിവൈഡ് മൈനസ് നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ വാല്യൂ 187 വന്ന് ഇക്വേഷൻ ബാലൻസ് ആയി. ഓക്കെ അല്ലേ. അടുത്ത ചോദ്യം അടുത്തൊരു സിറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണ്. 7 people A, H, D, F, T, E and G are sitting in a straight row facing north. Only 3 people sit to the left of E. G and H are immediate neighbor of E. A sit at the extreme right of the row. D is the immediate neighbor of A. F sits second to the left of E. Who sits at the extreme left of the row? Okay, options ഉണ്ട് T, D, A, F. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡയഗ്രാം വരച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ അവരെങ്ങോട്ടാ നോർത്തിലേക്ക് ഫേസ് ചെയ്തിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു റോയിലാണ്. നമുക്ക് ബേസിക്കലി മാപ്പ് അറിയാം. ഇതായിരിക്കും നോർത്ത് പൊസിഷൻ. നോർത്ത് നോക്കുമ്പോൾ സൗത്ത്, ഇത് ഈസ്റ്റ്, ഇത് വെസ്റ്റ് ആയിരിക്കും അല്ലേ. ഇനി നോർത്തിലേക്ക് ഫേസ് ചെയ്തിരിക്കണമെങ്കിൽ സൗത്തിലിരിക്കണവർക്ക് മാത്രമേ നോർത്തിലേക്ക് ഫേസ് ചെയ്തിരിക്കാൻ പറ്റുള്ളൂ അല്ലേ. ഇവിടെ ഇരിക്കണവർക്ക് ഇങ്ങോട്ട് ഫേസ് ചെയ്തിരിക്കാൻ പറ്റുള്ളൂ. ഇനി ഈസ്റ്റിലേക്ക് ഫേസ് ചെയ്യണമെങ്കിൽ അത് വെസ്റ്റിലിരിക്കണവർക്ക് ഈസ്റ്റിലേക്ക് ഫേസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കി എത്ര പേരുണ്ട്? 7 people ഉണ്ട്. ഇവരാണ് 7 people. 1 2 3 4 5 6 7. ഓക്കെ അല്ലേ. ഇവരാണ് 7 പേര്. അവരെങ്ങോട്ടാണ് ഫേസ് ചെയ്തിരിക്കണത്? നോർത്തിലോട്ട് ഫേസ് ചെയ്തിരിക്കണം, സൗത്തിലിരിക്കണം. ഓക്കെ, ഇനി
ഇനി സൗത്തിലേക്ക് ഫേസ് ചെയ്യാൻ നേരത്തെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡ്, ഇത് ലെഫ്റ്റ് സൈഡ് ആയിരിക്കും, ഇത് റൈറ്റ് സൈഡിലായിരിക്കും. അപ്പം നോർത്തിലേക്ക് ഫേസ് ചെയ്യാൻ നേരത്തെ ഇത് ലെഫ്റ്റ് സൈഡ്, ഇത് റൈറ്റ് സൈഡ്. ഓക്കെ അല്ലേ? ഇനിയിപ്പോൾ ഇവിടെ തന്നെ AHD ഓർഡറിലെല്ലാം ശ്രദ്ധിക്കണം. AHD റെഗുലർ ആണ്. അപ്പോൾ ശ്രദ്ധിക്കണം, only 3 people sit to the left of E. ഇക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് ആരെയാണെന്ന് പറഞ്ഞു? only 3 people എന്ന് പറഞ്ഞു ഇക്ക് ലെഫ്റ്റ് സൈഡിലേക്ക്. അപ്പോൾ ഈയുടെ പൊസിഷൻ കാണും. ഈ ഇവിടെ ഇരുന്നാൽ മാത്രമേ ലെഫ്റ്റ് സൈഡിലേക്ക് ആര് വരുള്ളൂ? 3 people. അപ്പോൾ ഈയുടെ പൊസിഷൻ കൺഫേം ആണ്. ഇനി അടുത്തത് A സിറ്റ് അറ്റ് ദ എക്സ്ട്രീം റൈറ്റ് ഓഫ് ദ റോ. അപ്പം എയുടെയും ഇയുടെയും പൊസിഷൻ കൺഫേം അല്ലേ? A എക്സ്ട്രീം റൈറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് A സിറ്റ് അറ്റ് ദ എക്സ്ട്രീം റൈറ്റ്. ഇനി D ഈസ് ദ ഇമ്മീഡിയറ്റ് നെയ്ബർ ഓഫ് A. എയുടെ ഇമ്മീഡിയറ്റ് നെയ്ബർ ആണ് D എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ D ഈസ് ദ ഇമ്മീഡിയറ്റ് നെയ്ബർ ഓഫ്. അപ്പോൾ ഈ 3 പേരുടെ പൊസിഷൻ കൺഫേം E, D, A. ഇനി അടുത്തത് F സിറ്റ് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് E. ഇക്ക് സെക്കൻഡ് ലെഫ്റ്റ് ആരുണ്ട്? F ഉണ്ട്. ഫസ്റ്റ് ലെഫ്റ്റ്, അതായത് ലെഫ്റ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ലെഫ്റ്റ്, സെക്കൻഡ് ലെഫ്റ്റ്. ഇനി അടുത്ത് എന്താ പറഞ്ഞിരിക്കണേ? ഹൂ സിറ്റ് അറ്റ് ദ എക്സ്ട്രീം ലെഫ്റ്റ് ഓഫ് ദ റോ. ഇവിടെ ഇരിക്കണ ആരാന്നാ ചോദിച്ചിരിക്കണേ ഈ ഒരു പൊസിഷനിൽ. അതൊക്കെ 2 പൊസിഷൻ വേക്കൻ്റ് ആണ്. നമ്മൾ എന്തോ ഒരു ഈ ഒരു സെൻറ്റൻസ് നമ്മൾ വിട്ടു. G ആൻഡ് H ആർ ഇമ്മീഡിയറ്റ് നെയ്ബർ ഓഫ് E. ഇന്റെ തൊട്ടടുത്തേ വരുള്ളൂ ആരൊക്കെ? G ആൻഡ് H ആർ ഇമ്മീഡിയറ്റ് നെയ്ബർ ഓഫ് E. അപ്പോൾ ഇവിടെ G ആണെങ്കിൽ ഇവിടെ G വരാം, ഇവിടെ G ആണെങ്കിൽ ഇവിടെ H, ഇനി ഇവിടെ G ആണെങ്കിൽ ഇവിടെ H. അപ്പോൾ ആ പൊസിഷൻ നമുക്ക് കൺഫേം അല്ല, അത് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ക്വസ്റ്റ്യനിൽ നിന്ന് തന്നിരിക്കുക. അപ്പോൾ G ഒന്നെങ്കിൽ ഇവിടെ വരാം, അല്ലെങ്കിൽ ഇവിടെ വരാം. H ഒന്നെങ്കിൽ ഇവിടെ വരാം, ഇവിടെ വരാം. വേറെ പൊസിഷൻ ഒന്നുമില്ല. ഇനി ഇവിടെ റിമൈനിങ് ആയിട്ടുള്ള ആളായിരിക്കും ഇവിടെ വരുന്നത്. അതാരായിരിക്കും? നമുക്ക് ഓൾറെഡി എനെ പ്ലേസ് ചെയ്ത് Hനെ പ്ലേസ് ചെയ്ത് H ഇവിടെ അല്ലെങ്കിൽ ഇവിടെ. നമുക്ക് ഈ ഒരു ലെഫ്റ്റ് പോർഷനാണ് വേണ്ടത്, ഇവിടെ ഇരിക്കുന്ന ആളെ വേണ്ടത്. ഇനി അടുത്തത് D പ്ലേസ് ചെയ്തിട്ടുണ്ട്, F ഉണ്ട്, T ആണ് T എന്തായാലും കൺഫേം ആയിട്ട് T ഇവിടെ വരുള്ളൂ. Gൻ്റെ Hൻ്റെ പൊസിഷൻ ചോദിച്ചിട്ട് നമുക്ക് ഓൾറെഡി എക്സ്ട്രീം ലെഫ്റ്റാണ് വേണ്ടത്, അതാരായിരിക്കും? T ആയിരിക്കും. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ A ആണ്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. In this question, 3 statements are given followed by 2 conclusions numbered 1 and 2. Assuming the statement to be true, even if they seem to be variants with the commonly known facts, decide which of the conclusion logically follows from the statements. ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്, അതിൻ്റെ കൺക്ലൂഷൻ ഉണ്ട്. അപ്പോൾ ഏതൊക്കെ കൺക്ലൂഷനാണ് ഫോളോ ചെയ്യണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഓൾ ഫാൻസ് ആർ ബൾബ്സ്. അപ്പോൾ ഈ ഓൾ എന്നൊരു കൺസെപ്റ്റ് എങ്ങനെ എഴുതുന്നത്? ഇതിൻ്റെ കറസ്പോണ്ടിങ് വെൻ ഡയഗ്രാം എല്ലാ ഫാനും എന്താണെന്ന് ബൾബാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫാൻ എല്ലാം എന്താണ്? ബൾബാണ് അല്ലേ? ഇനി അടുത്തത് ഓൾ ബൾബ്സ്, എല്ലാ ബൾബ്സും എന്താണ്? ട്യൂബ് ലൈറ്റ്സ് ആണ് അല്ലേ? അപ്പം ഇതിന് ഹിഡൻ ആയിട്ട് കിട്ടി എല്ലാ ഫാനും എന്തായി? എല്ലാ ഫാനും ട്യൂബ് ലൈറ്റ്, അല്ലെങ്കിൽ ട്യൂബ് ലൈറ്റിൻ്റെ കുറച്ച് പോർഷനാണ് ഫാന്, അല്ലെങ്കിൽ ട്യൂബ് ലൈറ്റിൻ്റെ കുറച്ച് പോർഷനാണ് ബൾബ്. ഓക്കെ, ഇനി സം ട്യൂബ് ലൈറ്റ്സ് ആർ ന്യൂ, കുറച്ച് ട്യൂബ് ലൈറ്റ്സ് പുതിയതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഫാനുമായിട്ടും ബൾബുമായിട്ടും കണക്ഷൻ ഒന്നും പ്രത്യേകം പറഞ്ഞിട്ടില്ല, ഉണ്ടാവാം ഉണ്ടാകാതിരിക്കാം. ശരി, ഇനി കൺക്ലൂഷനിലേക്ക് വരാം. ഓൾ ഫാൻ ആർ ന്യൂ, എല്ലാ ഫാനും ന്യൂ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫാനും ന്യൂ ആയിട്ട് കണക്ഷൻ ഒന്നും പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ കണക്ഷൻ ഇവിടെ കാണിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്, അല്ല ഈ ഒരു കൺക്ലൂഷൻ റോങ് ആണ്. ഇനി അടുത്തത് ഓൾ ട്യൂബ് ലൈറ്റ്സ് ആർ ഫാൻസ്, എല്ലാ ട്യൂബ് ലൈറ്റ്സും എന്താന്ന് പറഞ്ഞിട്ടുണ്ട്? ഫാൻ. പക്ഷേ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എല്ലാ ട്യൂബ് ലൈറ്റ്സും ഫാൻസ് അല്ല, എല്ലാ ഫാൻസും ട്യൂബ് ലൈറ്റ് ആണെന്ന് കിട്ടും. പക്ഷേ എല്ലാ ട്യൂബ് ലൈറ്റിൻ്റെ കുറച്ച് പോർഷനാണ് എന്തായിട്ടുള്ളത്? ഫാൻ ആയിട്ടുള്ളത്. അപ്പോൾ ഇതും റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇവിടെ ഒരു കൺക്ലൂഷൻ ഫോളോ ചെയ്യാനുള്ള ഓപ്ഷൻ C ആണ്. നെയ്തർ കൺക്ലൂഷൻ 1 nor 2 ഫോളോസ്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്തൊരു സിറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണ്. 6 friends FU, K, S, M and A are sitting around a circle table facing center. A and S are immediate neighbor of K. F is sitting opposite to K. S is not a neighbor of F. M is an immediate neighbor of A and F. Who is the immediate neighbor of A and F if M and S exchange their positions? ഇവിടെ പൊസിഷനൊക്കെ എക്സ്ചേഞ്ച് ചെയ്യണ്ട. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് ഒക്കെ മാർക്ക് ചെയ്ത് വെക്കുക. പൊസിഷൻ എക്സ്ചേഞ്ച് ചെയ്യേണ്ട ആരൊക്കെ? M ഉം S ഉം തമ്മിൽ അല്ലേ? ഇപ്പോൾ ഇവിടെ നോക്കിയോ, ഫ്രണ്ട്സ് സിറ്റിംഗ് അറൗണ്ട് സർക്കുലർ ടേബിൾ. അപ്പോൾ ഇവിടെ ഇതാണ് ആ സർക്കുലർ ടേബിൾ. ഇവരാണ് 6 പേര്. ഇനി എന്താ പറയുക? A and S ആർ ഇമ്മീഡിയറ്റ് നെയ്ബർ ഓഫ് K. അപ്പം K ഇവിടെയാണെങ്കിൽ ഇമ്മീഡിയറ്റ് നെയ്ബറായിട്ട് ആരുണ്ട്? എയും എസും ഉണ്ട്. അപ്പം ഇവിടെ A ഞാൻ തൽക്കാലം പ്ലേസ് ചെയ്ത് ഇവിടെ S. ഇനി ആ ഒരു കണ്ടീഷൻ മാത്രമല്ല, ഇതേ ടേബിൾ തന്നെ ഇങ്ങോട്ട് വെച്ചാൽ 2 കണ്ടീഷൻ വേറെ വരാം. K
കെയുടെ പൊസിഷൻ ഇവിടെ കൺഫേം അല്ലേ? ഇത് കെയുടെ പൊസിഷൻ കൺഫേം ആണ്. കെയുടെ പൊസിഷൻ കൺഫേം അല്ലേ? ഇനി ഇവിടെ എ ആണെങ്കിൽ ഇവിടെ എസ്. അപ്പൊ കെയുടെ അടുത്ത് എ എസും വരും. അപ്പൊ എസ് ഇവിടെ വരാം, എ ഇവിടെ വരാം. അപ്പൊ ഇത് കേസ് 1ഉം ഇത് കേസ് 2. രണ്ട് കേസ് ഉണ്ട്, കേസ് 1 കേസ് 2. ഓക്കെ അല്ലേ? ഇനിയിപ്പോ ഇവിടെ എന്താ? ഇനി അടുത്ത സെന്റൻസ് നോക്കിയേ. എഫ് ഈസ് സിറ്റിംഗ് ഓപ്പോസിറ്റ് ടു കെ. അപ്പൊ കെക്ക് ഓപ്പോസിറ്റ് എഫ് ആണ്. ഇതേ ടേബിൾ തന്നെയാണ് ഇവിടെ. അപ്പൊ കെയുടെ പൊസിഷൻ കൺഫേം ആയിട്ട് ഇവിടെ ആണെങ്കിൽ ഇവിടെയും കെ ആയിരിക്കും. എ യു എസ് ഇപ്പൊ കൺഫേം അല്ല. ഇനി അടുത്തത് അപ്പൊ കേസ് 1ലും 2ലും എഫിന്റെ പൊസിഷൻ നമ്മൾ മാർക്ക് ചെയ്ത്. ഇനി അടുത്തത് എന്താ? എസ് ഈസ് നോട്ട് എ നെയ്ബർ ഓഫ് എഫ്. എഫിന്റെ അടുത്ത് ആര് വരില്ല? എസ് വരില്ല. അപ്പൊ ഇവിടെയും വരില്ല, ഇവിടെയും വരില്ല, ഈ ഒരു പൊസിഷനും വരില്ല, ഇവിടെയും വരില്ല അല്ലേ? ഇനി അടുത്തത് എന്താ പറഞ്ഞിരിക്കണേ? എം ഈസ് ആൻ ഇമ്മീഡിയറ്റ് നെയ്ബർ ഓഫ് എ ആൻഡ് എഫ്. എയിനും എഫിനും ഇടക്ക് ഇമ്മീഡിയറ്റ് നെയ്ബർ ആണ്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ എയ്ക്കും എഫിനും ഇടക്ക് എം ഇവിടെ വരും. ഇവിടെ ആണെങ്കിൽ എം എയിന് എഫിൻ്റെ ഇമ്മീഡിയറ്റ് നെയ്ബർ ആണ് ആരെന്ന് പറയുന്ന നേരത്ത്, അല്ലെങ്കിൽ എയിൻ്റെ എഫിൻ്റെ ഇടക്ക് ആരാണ്? എം ആണെന്ന് പറയാം. അപ്പോൾ ഈ ഒരു ഡയഗ്രത്തിലാണ് എം ഇവിടെ ആണെങ്കിൽ ഇവിടെ. ഓക്കെ, ഇനി ആരാ റിമൈനിങ് ആയിട്ടുള്ള ആളായിരിക്കും ഇവിടെ ഇരിക്കണം. ഇവിടെ ആരും ഇനി റിമൈനിങ് ആയിട്ടുള്ള യു ആണ്. അപ്പോൾ യുവിനെ ഇവിടെ പ്ലേസ് ചെയ്യാം, ഇവിടെ പ്ലേസ് ചെയ്യാം. ഇനി ഞാൻ ശ്രദ്ധിക്കേണ്ട ഹൂ ഇസ് ദ. അപ്പോൾ ഇതാണ് കേസ് 1ലെ ഡയഗ്രാം, ഇത് കേസ് 2ലെ ഡയഗ്രാം അല്ലേ? ഇനി ഇവിടെ നോക്കിയോ, ഹൂ ഈസ് ദ ഇമ്മീഡിയറ്റ് നെയ്ബർ ഓഫ് എ ആൻഡ് എഫ്. എന് എഫിന് ഇടയിൽ ആരാണ്? ഒരു കണ്ടീഷൻ ഉണ്ട്. ഇഫ് എം ആൻഡ് എസ് എക്സ്ചേഞ്ച് ദെയർ പൊസിഷൻസ്. എമ്മും എസും തമ്മിൽ പൊസിഷൻ എക്സ്ചേഞ്ച് ചെയ്യാൻ നേരത്ത് എയിൻ്റെ എഫിൻ്റെ ഇടയ്ക്ക് ആരാണെന്ന്. അതായത് പൊസിഷൻ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ എസ് ഇവിടെ വരും, ഇവിടെ ആര് വരും? ഇവിടെ എം വരും. ഇവിടെയാണ് പൊസിഷൻ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ എസും എമ്മും കൂടിയാണ്. എസ് ഇവിടെ, എം ഇവിടെ അല്ലേ? അപ്പോൾ ഈ ഒരു ഡയഗ്രത്തിലാണ് നമുക്ക് ആരെ കിട്ടും? എയ്ക്കും എഫിനോടൊക്കെ എസ് ആണ്. ഇവിടെ ആണെങ്കിൽ എയ്ക്കും എഫിനോടൊക്കെ ആര് വരും? എസ് വരും. അപ്പോൾ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ അല്ലേ? ശരി, അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ രണ്ട് കേസ് വരുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് കേസിൽ ആരെ? എയിൻ്റെ എഫിൻ്റെ ഇടയ്ക്ക് ആരേ വരുള്ളൂ? എസ് എ വരുള്ളൂ. എം എസും കൂടി പൊസിഷൻ എക്സ്ചേഞ്ച് ചെയ്യാൻ നേരത്ത്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ലെറ്റർ ക്ലസ്റ്റർ വിൽ റീപ്ലേസ് ദ ക്വസ്റ്റ്യൻ മാർക്ക് ഇൻ ദ question mark to complete the given series? A, J, R, Z, D, M, T, C, J, S, X, I, M, V, Z, L അല്ലേ? ഇത് ഇവിടെ നോക്കി, ഇത് ഫസ്റ്റ് ലെറ്റർ നോക്കി. ഇവിടുത്തെ എ, ഇവിടെ ഡി, എ ഡി. അടുത്ത ലെറ്റർ വേണം ജെ, എം. എം 13, ജെ 10, ഡി 4 അല്ലേ? 1 + 3 4 ആണ്. 10 + 3 എത്ര? 13 ആണ്. അപ്പോൾ ഇവിടെ +3, ഇവിടെ എന്ത് വരും? +3. ഇവിടുത്തെ ഗ്യാപ്പ് നോക്കി, ഇവിടുത്തെ ഗ്യാപ്പ് എത്ര വരും? 6 ആണ്. അപ്പോൾ +3 ആയിരിക്കും. 4 + 3 7 ആണ്. 7 + 3 10 ആണ്. അപ്പോൾ ഓക്കെ അല്ലേ? പാറ്റേൺ +3 ആണ്. അപ്പോൾ ജി വരും. ജി ഉള്ള ഓപ്ഷൻ ആയിരിക്കും ആൻസർ ആയിട്ട്. അപ്പോൾ ഈ ഒരു 2 ഓപ്ഷൻ അവോയ്ഡ് ആയി. ഇനി അടുത്ത പി ആണോ ആരാണോ നോക്കി നമുക്ക് കൺഫേം ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കിയേ, അടുത്തത് ഇതിനകത്ത് സെക്കൻഡ് ലെറ്റർ ജെ, ഇതിനകത്ത് എം, അടുത്തത് ഇതിനകത്ത് എസ്, ഇതിനകത്ത് വി അല്ലേ? 22, 19, M 13, J 10. ഇവിടെ +3, ഇവിടെയും +3. അപ്പോൾ ഇവിടെ എന്താ ഗ്യാപ്പ് നോക്കിയാൽ 6 ആണ്. അപ്പോൾ +3 + 3 16. 16ന്റെ ടൈം ഏതാണ്? പി ആണ് അല്ലേ? അപ്പോൾ സെക്കൻഡ് ലെറ്റർ കിട്ടി, പി ആണ്. അപ്പോൾ ഈ ഒരു ജി ഇവിടെ എന്താ വന്നിരിക്കണം? 6 ആണ്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ അവോയ്ഡ് ചെയ്യാം. ജി പി വി എഫ് ആയിരിക്കും ആൻസർ ആയിട്ട് വരിക. ജി പി വി എഫ്. ഓക്കെ അല്ലേ? ഇനി അടുത്ത ലെറ്റർ ആണ്, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. 6 18ന്റെ ലെറ്റർ ആണ്. ടി 20. ഇനി വി എത്രയാ? വി 22. ഇനി എക്സ് എന്ന് പറയാൻ നേരത്ത് 24, 26. അപ്പോൾ ഇവിടെ എന്താണ് പാറ്റേൺ? +2 +2 +2. ഇനി അടുത്ത് ജസ്റ്റ് കൺഫേം ചെയ്യേണ്ട, അതായിരിക്കും ആൻസർ ആയിട്ട് വരിക. ശരി. ഇൻ എ സെന്റൻസ് കോഡ് ലാംഗ്വേജ് ഫൈൻഡ് എ സൊല്യൂഷൻ ഈസ് കോഡഡ് ആസ് 4180. ബി അറ്റൻറ്റീവ് ഈസ് കോഡഡ് ആസ് 29 and answers are correct is coded as 737. How will check the question be coded in that language? ശരി, അപ്പോൾ ഈ ചെക്ക് ദ ക്വസ്റ്റ്യൻ്റെ കോഡാണ് നമുക്ക് വേണ്ടത്. ശരി, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നോക്കി ഫൈൻഡ് എ സൊല്യൂഷൻ. ഇപ്പോൾ ഇവിടെ നോക്കി 4180 ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 3 വേർഡ്സ് ഉണ്ട്. ഫൈൻഡ് എ സൊല്യൂഷൻ അല്ലേ? 3 വേർഡ്സ് ഉണ്ട്. അപ്പം ഇവിടെ 3 നമ്പേഴ്സ് ഉണ്ട്. 4180. ഈ ഫൈൻഡിൽ എത്ര നമ്പർ ഉണ്ട്? 4 നമ്പർ. ഇനി എ എന്ന് പറയുമ്പോൾ 1. സൊല്യൂഷനിൽ എത്ര നമ്പേഴ്സ് ഉണ്ട്? 1 2 3 4 5 6 7 8 അല്ലേ? 4180. ഇനി ആ ഒരു കേസ് 29 കിട്ടുന്നു. ബി അറ്റൻറ്റീവ്. ബി 2 സെൻറ്റൻസ് ഉണ്ട്, 2 നമ്പേഴ്സ് ഉണ്ട്.
2 അറ്റൻറ്റീവിൽ 1 2 3 4 5 6 7 8 9. ഓക്കെ അല്ലേ? ഇനി എന്താ ആൻസർ ഈസ് കറക്റ്റ് എന്നുള്ളത് ജസ്റ്റ് ചെക്ക് ചെയ്യാൻ നേരം 737 വരും. നമുക്ക് എന്താ വേണ്ട? ചെക്ക് ദ ക്വസ്റ്റ്യൻ. ചെക്ക് എന്നുള്ളതിൽ എത്ര നമ്പർ ഉണ്ട്? 5. ദ എന്നുള്ളതിൽ 3 ക്വസ്റ്റ്യൻ. അപ്പോൾ 5 3 ഉള്ള ഒരു ഓപ്ഷനേ ഉള്ളൂ. ഇനി അടുത്ത 8 ആയിരിക്കും, കൺഫേം ആയിരിക്കും. 1 2 3 4 5 6 7 8. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓപ്ഷൻ റെപ്രസെന്റ് ദ കറക്റ്റ് ഓർഡർ ഓഫ് ദ ഗിവൺ വേർഡ്സ് ആസ് ദേ വുഡ് അപ്പിയർ ഇൻ ദ ഇംഗ്ലീഷ് ഡിക്ഷണറി? സെമിനാർ, സെമോളിന, സീനിയർ, സെപ്റ്റംബർ, സീരീസ്. ഇതാണ് 5 വേർഡ്സ്. ഓക്കെ, നോക്കി ഇവിടെ നോക്കി. ഇനി ഓപ്ഷൻ വൈസ് ചെക്ക് ചെയ്യാം. എല്ലാ ഓപ്ഷനും ഇറഗുലർ ആയിരുന്നു, വ്യത്യസ്തം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അങ്ങനെ മാർക്ക്. ഇപ്പോൾ 5 അല്ലെങ്കിൽ 1. അപ്പോൾ 2 ഓപ്ഷൻ നമുക്ക് അവോയ്ഡ് ചെയ്യാം. 5 ആണോ 1 ആണോ എന്ന് നോക്കാം. ഫസ്റ്റ് വരുന്നത് സീരിയസ്, SC 6 കഴിഞ്ഞ്, M കഴിഞ്ഞിട്ട് 6. അപ്പോൾ 5 ഉള്ളതൊക്കെ 1 കഴിഞ്ഞിട്ട് 5 വരുള്ളൂ. അപ്പോൾ അസ്നിങ് ഓർഡറല്ലേ ചോദിച്ചിരിക്കുന്നത്. ഇനി അടുത്ത 2 ആണോ 3 ആണോ നോക്കി കൺക്ലൂഡ് ചെയ്യാം. 2 ഉം 3 നോക്കാൻ നേരത്ത് SC കോമൺ ആണ്. M കഴിഞ്ഞിട്ടാണ് ഇതിന്. അപ്പോൾ 2 കഴിഞ്ഞിട്ട് 3 വരുള്ളൂ. അപ്പോൾ ഇത് അവോയ്ഡ് ചെയ്യാം. 1 2 3 4 5 അത് തന്നെയാണ് കറക്റ്റ് ഓർഡർ. 1 2 3 4 5. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ദ തേർഡ് വേർഡ് ഇൻ ദ സെയിം വേ ആസ് ദ സെക്കൻഡ് വേർഡ് ഈസ് റിലേറ്റഡ് ടു ദ ഫസ്റ്റ് വേർഡ്. ഓക്കെ, മുംബൈ മഹാരാഷ്ട്ര അറിയാം, ക്യാപിറ്റലാണ്. അതെ, മഹാരാഷ്ട്ര ക്യാപിറ്റൽ മുംബൈ. അതേപോലെ ഭോപ്പാൽ എന്ന് പറയുമ്പോൾ ഏതിൻ്റെ ക്യാപിറ്റലാണ്? മധ്യപ്രദേശിൻ്റെ ക്യാപിറ്റലാണ്. ഓപ്ഷൻ എ, മധ്യപ്രദേശ്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. സെലക്ട് ദ നമ്പർ ഫ്രം എമംഗ് ദ ഗിവൺ ഓപ്ഷൻ ദാറ്റ് ക്യാൻ റീപ്ലേസ് ദ ക്വസ്റ്റ്യൻ മാർക്ക് ഇൻ ദ ഫോളോയിങ് സീരീസ്: 213 216 225 240 261. ഓക്കെ, ഇതേ നമ്പർ സീരീസ്. ജസ്റ്റ് ഇവിടുത്തെ ഡിഫറൻസ് നോക്കിയേ. +3 ആണ്. ഇവിടെ എത്ര വരും ഡിഫറൻസ്? +9. ഇവിടുത്തെ ഡിഫറൻസ് നോക്കിയേ. 225 240 ഡിഫറൻസ് +15. ഇവിടുത്തെ ഡിഫറൻസ് നോക്കിയേ. 240 261 ഡിഫറൻസ് 20 21 അല്ലേ? ഇനി ഇതിൻ്റെ ഡിഫറൻസ് നോക്കിയേ. ഇവിടുത്തെ ഡിഫറൻസ് 3 + 6 കൂടി, ഇവിടെ എന്താ 6 കൂടി, ഇവിടെ എന്താ 15 + 6 ആണ് 21. അപ്പോൾ ആ ഡിഫറൻസിൻ്റെ ഡിഫറൻസ് നോക്കിയാൽ 6 6 6. അപ്പോൾ ഇവിടെ നോക്കി അടുത്തത് 6 വരും. 21 + 6 27. അപ്പോൾ 27 ഇവിടെ ആഡ് ചെയ്യുക. അപ്പോൾ 261 + 27 എത്ര വരും? 260 + 20 എത്ര? 280 288. ഓക്കെ അല്ലേ? 288. അപ്പോൾ ഇവിടെ എന്താണ് പാറ്റേൺ? എന്താണ്? ഡിഫറൻസിൻ്റെ ഡിഫറൻസ് 6. ശരി, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൈംസ് വിൽ റീപ്ലേസ് ദ ക്വസ്റ്റ്യൻ മാർക്ക് ഇൻ ദ ഗിവൺ സീരീസ്? LPKT, NNMR, PLOP, THSL. ഇതേപോലത്തെ ഒരു സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇവിടെ നോക്കിയോ. ഫസ്റ്റ് ലെറ്റർ നോക്കിയേ L, ഇതിനകത്ത് നോക്കിയേ N, P, and again T. 20 16 14. ഇപ്പോൾ 12 14 16. അടുത്ത 18th ടൈം ആണ്. 6 ആയിരിക്കും. 6 തന്നെ ഓപ്ഷൻ ആയിരിക്കും ആൻസർ ആയിട്ട് വരിക. 6ലെ 2 ഓപ്ഷൻ ഉണ്ട്. RJQ ഉണ്ട്, RIQ ഉണ്ട്. J ആണോ I ആണോ നോക്കിയിട്ട് കൺക്ലൂഡ് ചെയ്യാം. എന്താ നോക്കിയാൽ അടുത്ത സെക്കൻഡ് ലെറ്റർ നോക്കിയാൽ P ഉണ്ട്. ഇതിനകത്ത് സെക്കൻഡ് ലെറ്റർ N, ഇതിനകത്ത് P. ഇതിനകത്ത് എന്ത് വരും? ഇനി ഇതിനകത്ത് സെക്കൻഡ് ലെറ്റർ H 8 ആണ്, P 16 ആണ്, N 14. സോറി, PN. ഇതിനകത്ത് P അല്ല, സോറി L ആയിരുന്നു. അപ്പോൾ 16 14 12 അല്ലേ? സെക്കൻഡ് ലെറ്റർ നോക്കി. ഇതിനകത്ത് P, ഇതിനകത്ത് N, ഇതിനകത്ത് L, ഈ ഒരു ലെറ്ററാണ് വേണ്ടത്. ഇതിനകത്ത് H 8th ലെറ്റർ. ഇവിടെ നോക്കിയാൽ ഡിഫറൻസ് 2 -2 ഇവിടെ എത്ര വരും? ഡിഫറൻസ് 4. അപ്പോൾ ഇവിടെ -2 എത്ര വരും? 10th ടൈം J ആണ്. 10 - 2 8. അപ്പോൾ J ആണ്. സെക്കൻഡ് ലെറ്റർ കിട്ടി J. RJയുള്ള ഓപ്ഷൻ നോക്കി. ഇത് RI ആണ്. അപ്പോൾ ഇതായിരിക്കും ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ മാറിക്കാൻ. ശരി, അടുത്ത ക്വസ്റ്റ്യൻ. സെലക്ട് ദ കറക്റ്റ് കോമ്പിനേഷൻ ഓഫ് മാത്തമാറ്റിക്കൽ സയൻസ് ടു റീപ്ലേസ് ദ സൈൻ ആൻഡ് ബാലൻസ് ദ ഗിവൺ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ബോർഡ് മാത്സുമായിട്ട് റിലേറ്റ് ചെയ്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ നോക്കിയേ 89. അപ്പോൾ ആ ഒരു സിമ്പിൾ ഇത് നമുക്ക് ഓപ്ഷൻ വൈസ് ചെയ്യാം. 89 നമ്പേഴ്സിൻ്റെ ചേഞ്ച് ഇല്ല. -5 × 15 + 32 ഡിവൈഡ് ബൈ 80. ഡിവൈഡ് ബൈ 80 നമുക്ക് എങ്ങനെ എഴുതാം? × 1/80 = 18.
അപ്പോൾ ഈ ഒരു ഇക്വേഷൻ സയൻസ് പ്രൊവൈഡ് ചെയ്ത് അപ്പോൾ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ബാലൻസ് ആവുന്നത് ഈ ഒരു സൈഡിൻ്റെ വാല്യൂ 18ലേക്ക് വരുമോ നോക്കാം. അങ്ങനെയാണെങ്കിൽ ആൻസർ ആയിട്ട് തന്നെ ഏതായിരിക്കും മൈനസ് ഇൻറ്റു പ്ലസ് ഡിവൈഡ് ഈക്വൽ ടു. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇതും ബോട്ട് മാസ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ബോട്ട് മാസ് റൂൾ അപ്ലൈ ചെയ്യാം. ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ അഡിഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ. അപ്പോൾ ബ്രാക്കറ്റ് ഓഫില്ല ഫസ്റ്റ് എന്ത് ചെയ്യാം, ഡിവൈഡ് നമ്മൾ ഇൻറ്റു 1/8. അപ്പോൾ ഇവിടെ ചെയ്യാൻ നേരത്തെ എത്ര വരും, 32/8 നമുക്കറിയാം 4 ആണ്. 5 ഇൻറ്റു 15 89 മൈനസ് 75 പ്ലസ് 4 അല്ലേ. ഇവിടെ നോക്കി 89 മൈനസ് 75 എത്ര വരും, 5 80 ആയി. 5 9 പ്ലസ് 5 ഓക്കെ. ജസ്റ്റ് ഇവിടെ നോക്കാം 89 75 ഡിഫറൻസ് എത്ര വരും, 14 ആണ്. 14 പ്ലസ് 4 18 അല്ലേ. ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഈക്വലായി. LHS ഈക്വൽ ടു RHS ഓപ്ഷൻ എ ആണ്. ഓക്കെ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, 3 ഡിഫറെൻറ്റ് പൊസിഷൻ ഓഫ് ദ സെയിം ഡൈസ് ആർ ഷോൺ, ഫൈൻഡ് ദ നമ്പർ ഓൺ ദ ഫേസ് ഓപ്പോസിറ്റ് ദ ഫേസ് ഷോയിങ് 4. ഓക്കെ, അടുത്തൊരു ഡൈസ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒരേ ഡൈസ് തന്നെ ത്രോൺ ചെയ്തപ്പോഴുള്ള 3 പൊസിഷനാണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ ചോദിച്ചിരിക്കണം, 4 എന്നുള്ള ഫേസിന് ഓപ്പോസിറ്റ് ഏതായിരിക്കും എന്ന്. നമുക്കറിയാം ഇത്ര ഒരു ഫേസ് തന്നാൽ ഒരു ഡൈസ് ഇങ്ങനെ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഡൈസ് തന്നാൽ അതിനകത്ത് അഡ്ജസ്റ്റൻറ്റ് ഫേസ് മാത്രമേ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓപ്പോസിറ്റ് ഫേസ് റെപ്രസെൻറ്റ് എപ്പോഴും എന്തിലായിരിക്കും, നമുക്കറിയാം ഓപ്പൺ ഡൈസിലായിരിക്കും ഓപ്പോസിറ്റ് ഫേസ്. അപ്പോൾ ഇവിടെ ജസ്റ്റ് ചിന്തിച്ചറിയാം 2ഉം 5ഉം ഓപ്പോസിറ്റ് വരത്തില്ല. അപ്പോൾ 2ഉം 5ഉം ഉണ്ടെങ്കിൽ ഓപ്ഷനിൽ നിന്ന് കട്ട് ചെയ്ത് കളയാം. ഇനി സെക്കൻഡ് ഫിഗറിൽ നോക്കിയാൽ 6ഉം 1ഉം എന്തായാലും ഓപ്പോസിറ്റ് വരില്ല. അപ്പോൾ 1ഉം 6ഉം ഉണ്ടെങ്കിൽ അതും കട്ട് ചെയ്ത് കളയാം. ഇത് എന്തായാലും ഓപ്പോസിറ്റ് വരില്ല. ഇനി റിമൈനിങ് ആയിട്ടുള്ള നമ്പർ 3 ആയിരിക്കും ആൻസർ ആയിട്ട് വരിക. അപ്പോൾ ഇവിടെ 4ന് ഓപ്പോസിറ്റ് കൺഫേം ആണ്. ഏതാണ് 4ന് ഓപ്പോസിറ്റ് 3 ആണ്. ഇനി ഇതെങ്ങനെ ഡൈസിൻ്റെ റൂൾ വെച്ച് ചെയ്യണത്, നമുക്കറിയാം ഏതെങ്കിലും 2 ഫേസ് മതി നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിയോ, ഇനി ഇതേ ഇവിടെ ഈ 2 ഡൈസിൽ 4 കോമൺ ആണ്. അപ്പോൾ 4 എഴുതി, ഫസ്റ്റ് ഡൈസിൽ 4 എഴുതി. ഇത് സെക്കൻഡ് ഡൈസിൻ്റെ കേസ്. ഇനി ക്ലോക്ക് വൈസിൽ എഴുതി പോവുക 4 5 ദെൻ ഇവിടെയും ക്ലോക്ക് വൈസ് 2. ഇനി സെക്കൻഡ് ഡൈസിൽ 4 അല്ലേ കോമൺ, ആ കോമൺ നമ്പർ എഴുതി. ഇവിടെ ഡയറക്ഷൻ എഴുതിയത് ക്ലോക്ക് വൈസ്. അപ്പോൾ ഇവിടെയും ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ എഴുതുക 1 ദെൻ അഗെയിൻ 6 അല്ലേ. ഇപ്പം ഇതൊക്കെ വന്നായിരിക്കും ഓപ്പോസിറ്റ്. 2ന് ഓപ്പോസിറ്റ് 6 5ന് ഓപ്പോസിറ്റ് 1. ഇനി 4ന് ഓപ്പോസിറ്റ് 4 ആയിരിക്കില്ല. ഇവിടെ ഇല്ലാത്ത ഒരു റിമൈനിങ് നമ്പർ ആയിരിക്കും 4ന് ഓപ്പോസിറ്റ് വന്നത്. 4ന് ഓപ്പോസിറ്റ് റിമൈനിങ് നമ്പർ ഇവിടെ ഇല്ലാത്തൊരു നമ്പർ. ഇവിടെ ഇല്ലാത്ത നമ്പർ ഇപ്പോൾ ഏതാ, ഇതിനകത്തൊന്നും നോക്കിയാൽ കാണില്ല. അപ്പോൾ ഓപ്ഷനിലുള്ളത് 3 ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഫിഗറിൽ നിന്ന് 2ന് ഓപ്പോസിറ്റ് 6 5ന് ഓപ്പോസിറ്റ് 1. ഇനി 4ന് ഓപ്പോസിറ്റ് ഏത് വരും, 4ന് ഓപ്പോസിറ്റ് ഇവിടെ ഇല്ലാത്തൊരു റിമൈനിങ് നമ്പർ ആയിരിക്കും. അതേതാണ് ഇവിടെ ഇനിയിപ്പോൾ ഓപ്ഷനിലുള്ള ഏതാണ്, 3 ആണ്. ഓക്കെ അല്ലേ. ഇതാണ് ഓപ്പോസിറ്റ് പേഴ്സ്. ഓക്കെ അല്ലേ, ശരി. ഓക്കെ, അപ്പോൾ ഇതൊക്കെയായിരുന്നു GDയുടെ 3rd ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻസ്. ഇതോടെ സെക്ഷൻ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു.